ഇന്ത്യയുടെ ചരിത്ര സമ്പത്തും കലാപാരമ്പര്യവും ചേർന്നൊരുങ്ങിയ ഒരു അപൂർവ സാംസ്കാരിക കേന്ദ്രമാണ് മഹാബലിപുരം. ചെന്നൈ നഗരത്തിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയായി ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാബലിപുരം പഴയകാലത്ത് മാമല്ലപുരം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പാലവ വംശത്തിൻ്റെ ഭരണകാലത്ത് ഈ പ്രദേശം വാണിജ്യ കേന്ദ്രമായും ശില്പകലയുടെ ആസ്ഥാനമായും വളർന്നു. കടൽമാർഗ വ്യാപാരത്തിലൂടെ റോമൻ സാമ്രാജ്യത്തോട് പോലും ബന്ധം പുലർത്തിയിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നു. മഹാബലിപുരത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിൽ ഒന്നാണ് ഷോർ ടെമ്പിൾ. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ദ്രാവിഡ ശില്പകലയുടെ ഒരു പ്രാചീന ഉദാഹരണമാണ്. കടൽക്കരയിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്രം സൂര്യോദയ സമയത്ത് അതിമനോഹരമായ കാഴ്ചയാണ് നൽകുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ദേവന്മാർ ശിവനും വിഷ്ണുവുമാണ്. കടലിൻ്റെ തിരമാലകൾ ക്ഷേത്രത്തിൻ്റെ അടിത്തറയെ തൊടുന്ന കാഴ്ച പ്രകൃതിയും മനുഷ്യസൃഷ്ടിയും ഒന്നിച്ചു ചേരുന്ന ഒരു അതുല്യ അനുഭവമായി മാറുന്നു. ഇതുകൂടാതെ മഹാബലിപുരത്തിലെ മറ്റൊരു അത്ഭുതം പഞ്ചരഥസാണ്. പാണ്ഡവരുടെ പേരുകളിൽ അറിയപ്പെടുന്ന ഈ 5 രഥങ്ങൾ ഒരു വലിയ പാറയിൽ നിന്നാണ് കൊത്തിപ്പണിതത്. ഓരോ രഥത്തിനും വ്യത്യസ്തമായ ശൈലിയും രൂപകൽപ്പനയും ഉള്ളത് സന്ദർശകരെ വിസ്മയിപ്പിക്കുന്നു. മഹാബലിപുരത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ ശ്രദ്ധേയമാണ്. നീണ്ട മണൽപ്പുറങ്ങൾ, നീലനിറത്തിലുള്ള കടൽ, സാന്ത്വനകരമായ കാറ്റ് എന്നിവ ഇവിടെ എത്തുന്നവരെ ആകർഷിക്കുന്നു. സർഫിംഗ് പോലുള്ള ജലകായിക വിനോദങ്ങൾക്കും ഈ പ്രദേശം പ്രശസ്തമാണ്. കൂടാതെ നാട്ടിൻപുറങ്ങളിലെ ശില്പശാലകളിൽ കലാകാരന്മാർ ഇന്നും പാറക്കൊത്തുപണികൾ നടത്തുന്നത് കാണാൻ കഴിയുന്നതാണ്. ഇതിലൂടെ ഈ പ്രദേശത്തിൻ്റെ ശില്പകലാ പാരമ്പര്യം ഇന്നും സജീവമാണ്. 1984 യുനെസ്കോ മഹാബലിപുരത്തിലെ സ്മാരകങ്ങളെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ ഇവിടെ എത്താൻ തുടങ്ങി. ചരിത്രവും കലയും പ്രകൃതിയും ഒത്തുചേർന്ന മഹാബലിപുരം ഇന്ത്യയുടെ സാംസ്കാരിക സമ്പത്തിൻ്റെ ഒരു പ്രകാശകിരണമായി തുടരുന്നു. ഇവിടുത്തെ ഓരോ ശിലയും ഓരോ കഥ പറയുന്നു. രാജാക്കന്മാരുടെ മഹത്വവും കലാകാരന്മാരുടെ സൃഷ്ടിയും കാലത്തിൻ്റെ നീളത്തിൽ നിലനിന്ന സാംസ്കാരിക പാരമ്പര്യവും എല്ലാം ഇവിടെ ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയും. മഹാബലിപുരം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, അത് ഇന്ത്യയുടെ പ്രാചീന സംസ്കാരത്തിൻ്റെ ജീവനുള്ള സാക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ മഹാബലിപുരത്തെ സന്ദർശിക്കുന്നത് ഒരു യാത്ര മാത്രമല്ല, മറിച്ച് ചരിത്രത്തിലൂടെ നടന്നു നീങ്ങുന്ന ഒരു അത്ഭുതകരമായ അനുഭവമാണ്.